നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. സ്വന്തം മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നാഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഉയർന്ന തുകയ്ക്ക് ചിലപ്പോൾ കരാർ നൽകുമ്പോൾ നഷ്ടം സംഭവിച്ചു എന്നൊക്കെ ഇരിക്കും സർക്കാരിന്. അതിൽ അഴിമതിയുണ്ട് എന്ന് ആരോപിക്കുന്നത് എന്തു മര്യാദയാണ്? എല്ലാ ഫയലുകളും ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ പരിശോധിച്ചിട്ട് ആരോഗ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും അഭിപ്രായം പറയട്ടെ. ഇതൊന്നും പരിശോധിക്കാതെ വെറുതെ ആരോപണങ്ങൾ, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ ഞാൻ പറയുന്നില്ല, എന്നോട് ആരും ആരോപണമൊന്നും ഉന്നയിച്ചില്ല. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ദയവായി അവരാരും ചെലുത്തരുത് എന്നാണ് എനിക്ക് വലിയ വിഷമം തോന്നി. 800 ഏക്കർ പരിസ്ഥിതി ദിനത്തിലാണ് ഒരു ചാനല് 800 ഏക്കർ സ്ഥലം ഞാൻ നികത്താൻ വേണ്ടി മുൻകൈ എടുത്തെന്ന് പറഞ്ഞത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് മാധ്യമ മേഖല. ദയവായി എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാം, നിങ്ങൾ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മെഡിക്കൽ സൗകര്യം ഒരുക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വന്നതിൻ്റെ പേരിൽ ഞാൻ എന്തിനാണ് ഇത്രയും ആക്ഷേപങ്ങൾ കേൾക്കുന്നത്? 1 രൂപ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. ഒരു സംരംഭകൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരി, ഒരാൾ പോലും ഇവിടെ ഷെയർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എന്നും അനിശ്ചിതത്വമാണ്. പിന്നെ ആര് ഷെയർ തരും? പിന്നെ ചോദിക്കുന്നത് ആരോഗ്യരംഗത്തില്ലാത്ത ആളുകളാണ് ഷെയർ വേണ്ടി മുന്നോട്ട് വന്നത്. കൊച്ചി മെഡിക്കൽ കോളേജിൽ വിമാനം പറപ്പിക്കുന്നവരാണ് ഷെയർ ഇട്ടത്. കൊച്ചി അന്താരാഷ്ട്ര വിമാന കമ്പനിക്ക് ഷെയർ ഇട്ട യൂസഫ് അലി എന്ന വിമാനം പറപ്പിക്കുന്ന ആളാണ്. അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സൊക്കെ വ്യോമസേന വിദഗ്ധന്മാരാണ്. ഈ മെഡിക്കൽ കോളേജിൽ പണം ഇടുന്നവൻ 15 വർഷം കഴിഞ്ഞാൽ 1 രൂപ കിട്ടത്തില്ല, 1 രൂപയുടെ ആനുകൂല്യം കിട്ടത്തില്ല. ഇതൊക്കെയാണ് വസ്തുത. ഇതൊന്നും അറിയാൻ പാടില്ലാതെ വെറുതെ എന്തെങ്കിലും കാള വെറ്റു എന്ന് വരുമ്പോൾ കയറെടുക്കുന്ന ഈ സമീപനം തെറ്റാണ്. ഇന്നലെ ഒരു മാധ്യമത്തിൽ ചർച്ച നടക്കുന്നത് ഞാൻ കേട്ടു. വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങൾക്കും വിശ്വാസ്യത ഉണ്ടാകും. സത്യസന്ധമായ നിലപാടുകൾ പറയണം. ഇതിനെപ്പറ്റി യാതൊന്നും അറിയാതെ ഇതിൻ്റെ മുഴുവൻ ഫയലും ഗവൺമെൻറ്റിലുണ്ടല്ലോ. ഗവൺമെൻറ് പരിശോധിക്കട്ടെ. മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ ഗവൺമെൻറ് കയ്യിലുണ്ടല്ലോ. അതെല്ലാം പരിശോധിക്കട്ടെ. 1 രൂപ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ 4 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് ഹരിപ്പാട്ടെ ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അതിനുവേണ്ടി ഇത്തരം ഒരു വിവാദമുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ ഗവൺമെൻറ്. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിന്, ഇടുക്കി മെഡിക്കൽ കോളേജിന്, പിന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ഗവൺമെൻറ്റിന് വേണ്ടി എടുക്കുന്ന അതല്ല, തെറ്റിദ്ധാരണയാണ്. ഗവൺമെൻറ്റിനെ അതല്ല, അതെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആർക്കാണ്? ഗവൺമെൻറ്റിൻ്റെ. അത് ഗവൺമെൻറ്റിൻ്റെ ആശുപത്രിയാണ്. ആ ആശുപത്രിയുടെ സേവനം മുഖ്യമന്ത്രി ചെയർമാനായ ഇൻഫ്രാമെഡ് നടത്തുന്ന മെഡിക്കൽ കോളേജിന് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ. അത് മെഡിക്കൽ കോളേജ് നടത്തേണ്ടത് നോ പ്രോഫിറ്റ് നോ ലോസിലുള്ള ഒരു സ്ഥാപനത്തിന് മാത്രമേ, ബിസിനസ് സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ മെഡിക്കൽ കോളേജ് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രി ചെയർമാനായ ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തൊരു സൊസൈറ്റി ഉണ്ടാക്കിയത്. ആ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും മെഡിക്കൽ കോളേജ്. അതാണ്. ആർക്ക് വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം, താങ്കൾക്ക് വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം, ആർക്ക് വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാനതാ ചോദിച്ചത്. കൊച്ചി എയർപോർട്ട് ഇൻവെസ്റ്റ് ചെയ്ത യൂസഫ് അലി എന്താ വ്യോമയാന വിദഗ്ധനാണ്. 26%, 74% പ്രൈവറ്റ്. ഇല്ലില്ല, 26%. 26. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഫസ്റ്റിൽ ആദ്യം തന്നെ 26 ഇവിടെ വരും. ഇതിനകത്ത് കൂട്ടാം. വേണമെങ്കിൽ സർക്കാരിന് കൂടുതൽ പണം ഇടാം. ആദ്യം പഠിത്തം, പിന്നെ മതി കണ്ടുപിടുത്തം. പണ്ട് കടുവ ചാക്കോമാഷ് പറഞ്ഞതാണിത്. തൽക്കാലം ഇതൊന്ന് മാറ്റിപ്പിടിക്കാം. വാഴയും ചേമ്പും ചേനയും വെണ്ടയും കത്തിരിക്കയും ഒക്കെയുള്ള ഹരിതസമൃദ്ധമായൊരു ക്യാമ്പസ്, അതാണ് ഇപ്പോൾ കാണുന്ന സ്വപ്നം.